Hello, welcome to market discussion of the day. Today, September 30th, 2025. ട്യൂസ്ഡേ ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ക്വാർട്ടറിൻ്റെ ലാസ്റ്റ് ദിവസമാണെന്നുള്ളതാണ്. ഓക്കെ, നാളെ മുതൽ നമുക്ക് ഈ വർഷത്തെ ലാസ്റ്റ് ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്യുകയും ആണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത തിങ്കളാഴ്ച ആയിരിക്കും നമ്മളുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ചാണ്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. രാത്രി ഇന്ത്യൻ ടൈമിംഗ് രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടായിരിക്കും ക്ലാസ് നടക്കുക. രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. 1 മണിക്കൂർ വീതമാണ് ക്ലാസ് നടക്കുന്നത്. സോ ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ, നാളെ മുതൽ ഏകദേശം നാളെ മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നും വ്യാഴം, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഈ 3 ദിവസവും ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും. ഞാൻ ഒരു ട്രിപ്പിന് പോവുകയാണ്. സോ മാർക്കറ്റ് ഡിസ്കഷൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം ഞാൻ ലഗേജസ് വളരെ കുറവാണ് കൊണ്ടുപോകാൻ പറ്റുക. ഞാൻ മാക്സിമം ലാപ്ടോപ്പ് എടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം അടുത്ത 3 ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, ലഗേജിനൊക്കെ ഭയങ്കരമായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളുടെ ഗോൾഡിലോട്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ JPYയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡ് പറഞ്ഞില്ല, ഞാൻ മറന്നുപോയി. സോ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് വരുമ്പം ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സോ നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്ത് പോവുകയും ചെയ്യാം. സോ ഇന്നലെ രാത്രിയിൽ നമുക്ക് JPYയിൽ നിന്ന് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് JPY അഫക്റ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. ഓക്കെ, നമ്മൾ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടാണ് വന്നത്. നെഗറ്റീവായിട്ടെന്ന് പറഞ്ഞാൽ ആക്ച്വലി കഴിഞ്ഞ വട്ടം വന്നത് -1.6%, ഈ വട്ടം -1.1%ആണ് വന്നത്. ഓക്കെ, സോ കഴിഞ്ഞ വട്ടത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്ററാണ്. പക്ഷേ ഫോർകാസ്റ്റ് വെച്ച് നോക്കാൻ നേരത്ത് എന്താ പറയുക, വലിയ അതിനെക്കാട്ടിലും കുറവാണ് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. സോ അതുകൊണ്ടിട്ട് തന്നെ JPY ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ താഴെ വന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഇനിയുള്ള ന്യൂസുകൾ എന്താ വെച്ചാൽ, ഇപ്പോൾ ഇനി നമുക്ക് ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട് ഉച്ചയ്ക്ക് 1:50 UK ടൈമിങ്ങിന്. ജോൾഡ് ജോബ് ഓപ്പണിംഗ് ഉണ്ട് 3 മണിക്ക്. CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ഉണ്ട് 3 മണിക്ക്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് വരുന്ന ന്യൂസുകൾ. സോ 3 മണി ഇന്ത്യൻ ടൈമിങ് എനിക്ക് തോന്നുന്നത് അപ്പോൾ 7:30 മണി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു സമയത്തൊന്ന് മാർക്കറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. വലിയ വോളറ്റാലിറ്റി ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ നാളത്തെ ന്യൂസ് കൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാം. നാളെ നമുക്ക് യൂറോ സോണിൽ നിന്ന് CPIയുടെ ന്യൂസ് ഉണ്ട്. യൂറോ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. രാവിലെ 10 മണിക്കാണ്. 1:15 ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണണം. ISM മാനുഫാക്ചറിങ് PMI, ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്. ഇതും എന്താ പറയുക, ഒരു ഡയറക്ഷണൽ ചേഞ്ച് ഒന്നും ഉണ്ടാക്കത്തില്ലെങ്കിലും ഉറപ്പായിട്ടും മാർക്കറ്റിൽ ഒരു വലിയ വോളറ്റാലിറ്റി ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ അതേപോലെ തന്നെ നാളെ പുതിയ ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ടിട്ട് തന്നെ വലിയ ചേഞ്ചസ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും വലിയ എന്താ പറയുക, ഈ മാർക്കറ്റ് ഡിസൈഡേഴ്സ്, കമ്പനികൾ, അവരെല്ലാം അവരുടെ തീരുമാനങ്ങൾ, ഈ ക്വാർട്ടറിലെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയൊരു ക്വാർട്ടറാണ്. സോ അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിലൊന്ന് ശ്രദ്ധിച്ച് പോവുക. നാളെയും മറ്റന്നാളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ JPY 147.96 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കും. 148 താഴെ ഒന്നും പോയിട്ടില്ല ഇതേവരെ. 148 അവിടെ വേണം എന്നുള്ള ആൾക്കാർക്ക് ഒരു ബൈ എടുത്ത് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, 148 to 150 ആണ് നമുക്കുള്ള റേഞ്ച്. പക്ഷെ എന്നിരുന്നാലും ഇന്ന്
എന്താ പറയുക റീറ്റെയിൽ സെയിൽസ് വന്നതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് JPYയിൽ എഫക്റ്റ് ചെയ്യുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. വേണം എന്നുള്ള ആൾക്കാർക്ക്, റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് 148 എന്നുള്ള ബൈ ചെയ്യാം. 147.40 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ട് ബെറ്റർ ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കുകയും ചെയ്യാം. ഓക്കെ, സോ അതാണ് JPYയിൽ പറയാനായിട്ടുള്ള കാര്യം. നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോ 1.17418 നിൽക്കുന്നു. യൂറോ ഇനി എങ്ങോട്ട് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി 1.1800 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു സെൽ ഓപ്പർച്യൂണിറ്റിയാണ് യൂറോയിലുള്ളൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി. ബൈ ഓപ്പർച്യൂണിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ ഒന്ന് റേസ് ചെയ്ത് കിട്ടി 1.1600 അതുവരെ പോകുമെന്ന് അറിഞ്ഞുവിടാ. ഇല്ല 1.1680 അവിടെ നിന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് 1.17 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പോലും അവിടെ നിന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്. എന്തിനകത്ത്? നമ്മളുടെ യൂറോ USDയിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, നേരെ നമ്മൾ GBPയിലോട്ട് വരും. ഇതിനെല്ലാം സ്റ്റോപ്പ് ലോസ് വേണം കേട്ടോ. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു കച്ചവടവും ഇല്ല. സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഇട്ട് പോവുക. GBPയിലോട്ട് വരുമ്പം 1.3430 എന്ന് പറയുന്ന 1.3441 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. സോ ഇന്നലെ 1.3450 എന്ന് പറയുന്നൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. അതിൻ്റെ മുകളിലായിട്ട് ക്യാൻഡിൽസ് സ്റ്റാർട്ട് ചെയ്താൽ, അതായത് 4 hour ക്യാൻഡിൽസ് ഒക്കെ അതിൻ്റെ മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് കൺഫേം ചെയ്യാം മാർക്കറ്റ് ഇന്നലെ 4 hour ക്യാൻഡിൽസ് ഒക്കെ ഒരുപാട് അവിടെ നിന്ന് മുകളിലോട്ട് പോയി. എന്നിരുന്നാലും മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്നു. അവിടെ ഒരു സപ്പോർട്ട് എടുക്കാത്തതുകൊണ്ടായിരിക്കാം. സോ ഇനിയും മാർക്കറ്റ് അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഒന്നെങ്കിൽ നമുക്ക് റീട്രേസ് ചെയ്ത് 1.3400 അടുത്ത് കിട്ടിയാൽ അവിടുന്ന് ബൈ, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല വോളിയത്തിൽ, അതായത് ഇവിടെ സപ്പോർട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണുമ്പം ഓൾമോസ്റ്റ് മനസ്സിലാവും. അതായത് 1.3430 മുകളിലായിട്ട് സപ്പോർട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ടിട്ട് തന്നെ ആ സപ്പോർട്ട് മുകളിലോട്ട് പോയി 1.3500 ആണ് അടുത്ത റെസിസ്റ്റൻസ്. അവിടെ വരെ നമുക്കൊരു പ്രോഫിറ്റ് എടുത്ത് പോകാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ അതും ഉറപ്പിക്കാറായിട്ടുള്ള അടുത്ത മാർക്കറ്റ് ടൈമിംഗ്, അതായത് രാവിലെ 10 മണിക്കുള്ള മാർക്കറ്റ് ടൈമിംഗ് 1.3430 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് നമ്മുടെ GBPയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GBP അതല്ലാതെ വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തന്നെ നമ്മുടെ കൺമുന്നിലില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം 3847 ഇന്ന് ഓൾ ടൈം ഹൈ അടിച്ചു. 3871 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, 3700 നിൽക്കുന്നതേ ഉള്ളൂ ഞാൻ കേട്ടോ. 3700 അല്ലല്ലോ, 3800 ആയല്ലേ. 3872 റേഞ്ചിൽ കറക്റ്റായിട്ട് പറഞ്ഞു. ഷാഡോ റീച്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം 3847 അവിടെ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് താഴോട്ട് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇനി എന്താണ് ഓപ്പർച്യൂണിറ്റി? എനിക്ക് കൺഫ്യൂസ്ഡ് ആണ്, സത്യം പറഞ്ഞാൽ അറിയില്ല. 3830 ബൈ പറയണം എന്നുണ്ട്. വേണം എന്നുള്ള ആൾക്കാർക്ക് ബൈ ചെയ്യാം. അങ്ങനെ ബൈ ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് 3800 ടൈറ്റായിട്ട് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് 3815 താഴെ വെക്കാം. ഓക്കെ, എൻ്റെ റെക്കമെൻഡേഷൻ ഒരു $25 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളതാണ്. അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എത്രയാണ് റിസ്ക് ചെയ്യുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ ഒരു $10,000 അക്കൗണ്ടിൽ വെച്ചിട്ട് 0.1 ലോട്ടിലാണ് ഗോൾഡിൽ ചെയ്യുന്നത്. കാരണം നല്ല മൂവ്മെൻ്റ് ഉണ്ടല്ലോ. അപ്പം 0.1 ലോട്ടിൽ ചെയ്യുമ്പോൾ നമുക്കൊരു $50 ഉണ്ടെങ്കിൽ $500 പ്രോഫിറ്റ് കിട്ടും അല്ലേ. പക്ഷേ താഴോട്ട് പോയാൽ നമുക്ക് മാക്സിമം $30 $250 ലോസേ വരത്തുള്ളൂ എന്നുള്ളൊരു ഇത് വെച്ചിട്ട് 30 ബൈ ചെയ്യാം. പക്ഷേ വളരെ ചെറിയ ലോട്ട് സൈസ്. ഓക്കെ, ഇപ്പോൾ ഒരു $3000 അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ 0.05 ലോട്ടിൽ ട്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു $5000 അക്കൗണ്ടുള്ള ആൾക്കാർ മാക്സിമം 0.1 ലോട്ടിൽ ട്രേഡ് ചെയ്യാം. അപ്പോഴും അവർക്ക് മാക്സിമം റിസ്ക് വരുന്നത് $300 ആണ്. സോ ആ ഒരു കോൺസെപ്റ്റിൽ ചെയ്തു പോയാൽ നമുക്ക് ചെറിയ ലോട്ട് സൈസ് എടുത്ത് നല്ല സ്റ്റോപ്പ് ലോസ് വെക്കാം എന്നുള്ളൊരു ഒരു ഐഡിയയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. കാരണം നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ലാഭം എന്ന് പറയുന്ന സാധനം ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പ്രവൃത്തി കൊണ്ടുണ്ടാവുന്ന ഒരു സംഭവമാണ്.
അല്ലേ? സോ പ്രോഫിറ്റ് ഈസ് ദ ബൈ പ്രോഡക്റ്റ് ഓഫ് വാട്ട് വി ഡസ് ഇൻ ദ മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റിൽ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണോ ആ പ്രവൃത്തി വെച്ചിട്ടാണ് നമുക്ക് ആക്ച്വലി പ്രോഫിറ്റുകൾ ഉണ്ടാകുന്നത്. അത് ഉണ്ടായിക്കോളും. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ നഷ്ടം മാക്സിമം കുറയ്ക്കുക. നഷ്ടം മാക്സിമം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അതിൻ്റെ മീനിങ് ഒരിക്കലും ഇപ്പം 3844 മാർക്കറ്റ് നിൽക്കുന്നു, 3830 ഞാൻ ബൈ ചെയ്യാൻ പറഞ്ഞു, 30 ബൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 3000 നഷ്ടം കുറയ്ക്കാനായിട്ട് 3825 കൊണ്ടുപോയി സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. കാരണം 3825 സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഉറപ്പായിട്ടും ആ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. അപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത് ഓക്കെ 0.5 ലോട്ടിൽ എടുക്കാം, 0.5 അല്ലെങ്കിൽ 1 ലോട്ടിൽ എടുക്കാം. നഷ്ടം വന്നു കഴിഞ്ഞാൽ $500 നഷ്ടം വരത്തുള്ളൂ. ആ നഷ്ടം വരും നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ലോട്ട് സൈസ് കുറയ്ക്കുക, സ്റ്റോപ്പ് ലോസ് പ്രോപ്പറായിട്ട് ഇടുക. ഓക്കെ, സോ നമ്മളൊരു 1 ലോട്ടിൽ 3300 എടുക്കുന്ന ഒരാൾ ഒരിക്കലും $30 താഴെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കത്തില്ല. കാരണം എന്തായാലും അയാൾക്ക് $3000 നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഓക്കെ, പക്ഷേ 0.1 മാക്സിമം 0.2 ലോട്ടിലോ ചെയ്യുന്ന ഒരാൾക്ക് $30 അല്ലെങ്കിൽ $25 സ്റ്റോപ്പ് ലോസ് വെച്ചാൽ അവർക്ക് നഷ്ടം വരുന്നത് വെറും $500 അല്ലെങ്കിൽ $600 ആണ്. ഓക്കെ, സോ നമ്മൾ അതാണ് നമ്മൾ പ്രോപ്പർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ലോസ് ഇടാൻ പഠിക്കുക, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലോട്ട് സൈസ് ഇടാനും പഠിക്കുക. ഈ 2 കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റിയാൽ, ഈ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിങ്ങിൻ്റെ പകുതി പഠിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ട്രേഡിങ് അല്ലെങ്കിൽ നമ്മൾ പല ആൾക്കാരും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചിട്ടുണ്ടാവും, പൈസ കൊടുത്ത് പഠിച്ചിട്ടുണ്ടാവും, ഫ്രീ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവാം, അല്ലേ? അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എനിക്ക് അവരുടെ അടുത്തെല്ലാം പറയാനുള്ളത്, നമ്മൾ ഈ 2 കാര്യങ്ങൾ പഠിച്ചാൽ നമ്മൾ ട്രേഡിങ്ങിൻ്റെ ഒരു 50% പഠിച്ചു എന്നുള്ളതാണ്. ട്രേഡിങ്ങിനകത്ത് സംഭവിക്കുന്നത് എന്താണ്? ട്രേഡിങ്ങിനകത്ത് നമുക്ക് ഇപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുന്നു, അത് അടിച്ചുപോയി, സ്റ്റോപ്പ് ലോസ് ഇടുന്നു, അടിച്ചുപോയി, സ്റ്റോപ്പ് ലോസ് ഇടുന്നു, അടിച്ചുപോയി. അപ്പോൾ നമ്മൾ പാനിക്കാവും, ഫസ്റ്റ് കാര്യം, അല്ലേ? സ്ലോട്ട് സൈസ് കൂട്ടിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ നേരത്ത് മാർക്കറ്റ് താഴോട്ട് പോകുന്നത് കണ്ട് നമ്മൾ പാനിക്കായിട്ട് നമ്മൾ സെൽ ഓഫ് ചെയ്യും, അല്ലേ? ഇത് രണ്ടാമത്തെ കാര്യം. ഈ 2 ഇമോഷൻസ് ആണ് നമ്മളെ എന്താക്കുന്നത്, നമ്മളെ നഷ്ടത്തിലോട്ട് കൊണ്ടുവരുന്നത്. ലോങ് ലാസ്റ്റിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കി തരുന്നത് ഈ 2 പ്രവൃത്തികളാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഈ 2 പ്രവൃത്തികൾ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ ഒരു ബെറ്റർ എന്താ പറയുക, ഒരു ചെറിയൊരു സ്ട്രാറ്റജി, ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി, ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ വർക്കാവുന്ന ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി. ഫോർ എക്സാമ്പിൾ, ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നൊരു സ്ട്രാറ്റജി ഇച്ചുമുക്കു എന്ന് പറയുന്നൊരു സ്ട്രാറ്റജി ഉണ്ട്. ഓക്കെ, സോ ഇച്ചുമുക്കു എന്ന് പറയുന്ന സ്ട്രാറ്റജിയിൽ കഴിഞ്ഞ 1 വർഷം വന്നിട്ടുള്ള ഓപ്പർച്യൂണിറ്റി 86 ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഈ 86 ഓപ്പർച്യൂണിറ്റിയിൽ ഓൾമോസ്റ്റ് 56 ഓപ്പർച്യൂണിറ്റീസും പ്രോഫിറ്റ് ആയിരുന്നു. വെറും 31 ഓപ്പർച്യൂണിറ്റീസ് എന്താണ് ലോസ് വന്നത്. ഓക്കെ, സോ ബേസിക്കലി ഈ എല്ലാ സ്ട്രാറ്റജിയും നല്ലതാണ്. പക്ഷേ നമ്മൾ ഈ 2 കാര്യങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ടും, പിന്നെ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാതിരിക്കുക, ഫോളോ ദ ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട്. ഈ 3 കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഗോൾഡിൽ 3830 കിട്ടിയാൽ ബൈ ചെയ്യുക, അല്ലാതെ സെല്ല് ചെയ്യാതിരിക്കുക. ഗോൾഡ് ഇതാണ്, സെല്ല് ചെയ്യാതിരിക്കുക. കാരണം ട്രെൻഡ് അപ് ട്രെൻഡാണ്. അതുകൊണ്ടിട്ട് ഒരു കാരണവശാലും സെല്ല് ചെയ്യാതിരിക്കുക ഗോൾഡെന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. സോ അതിന് മുന്നേ ആയിട്ട് എന്താ പറയുക, നിങ്ങൾ വേറെ ബ്രോക്കർ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്ന ബ്രോക്കറാണ്. സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലുമുള്ള റെഗുലേഷൻസ്, UK, UAE, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ഈ 4 രാജ്യങ്ങളിലുള്ള മേജർ റെഗുലേഷൻസ് ഉള്ള ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ തന്നെ $100,000 വരെ നമ്മൾ ലോയിഡ്സ് ബാങ്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുമുണ്ട്. ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നല്ല ബോണസും, എപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്താലും 20% ബോണസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് $500 50% ബോണസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും സ്റ്റാർ ട്രേഡറിൻ്റെ. ആ ലിങ്ക് ത്രൂ തന്നെ പോവുക, ആപ്പ് ത്രൂ പോവാതിരിക്കുക. കാര്യം ആപ്പിന് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കുറച്ച് പേഴ്സണൽ ഓഫേഴ്സിനെ കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല എങ്കിൽ നമുക്ക് തിങ്കളാഴ്ച കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഗുഡ് ബൈ.